ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ കൂർക്ക മെഴുക്കുപുരട്ടിയാണ്. ഇതിനായിട്ട് നമ്മൾ 1/2 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് അരിയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതിങ്ങനെ ചിരണ്ടി ഇതിൻ്റെ തൊലി കളയുവാണ്. അത് കഴിഞ്ഞ് നമ്മളിത് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം. ഇനി ഇത് നമ്മൾ വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്. ഇതിനൊരു കറയുള്ളത് കൊണ്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇത് അരിഞ്ഞിടും. കൂർക്ക നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുവാണ്. ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയാണ് ഇടുന്നത്. ചുവന്നുള്ളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതാണ്. 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളിയും നമ്മൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്. കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിടാം. പച്ചമുളക് ഇടണം. പച്ചമുളക് 4 എണ്ണമാണ്. 4 എണ്ണം ഇതുപോലെ പൊളന്നെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് അരിഞ്ഞിട്ടില്ല, ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് വേണം. കനം കുറച്ച് അരിഞ്ഞ തേങ്ങാക്കൊത്ത്, ഈ നീളത്തിൽ അരിഞ്ഞതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിന് വെള്ളം ഒഴിക്കാം. ഈ കൂർക്കയുടെ ഒപ്പത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇതുപോലെ ഇതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച്, ഉപ്പ് നമ്മളിപ്പോൾ ഇടുന്നില്ല. ഉപ്പ് നമ്മൾ തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഉപ്പ് ഇടുന്നത്. ഇനി നമുക്കിത് അടുപ്പയിലേക്ക് വയ്ക്കാം. നമ്മളിത് അടുപ്പയിലേക്ക് വെച്ച് ഇനി നമ്മൾ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഉപ്പിടണം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കുകയുള്ളൂ. കൂർക്ക ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്കാക്കി ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പം കൂർക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് താളിക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പേ വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുവാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം.
ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. നമുക്കിത് ചേർത്ത് ഇളക്കി കൂട്ടാം. അപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്കുപുരട്ടി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.